ഈ നോമ്പിന്റെ 4th വീക്കിലെ ഈ ലണ്ടൻ മെഡിറ്റേഷനിലേക്ക് ഏവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു. ഇന്ന് നമ്മോട് തിരുവചനം സംസാരിക്കുന്നത് നമുക്കിന്ന് ആവശ്യമായ ലണ്ടൻ മെഡിറ്റേഷന് നേതൃത്വം നൽകുന്നത് ചർക്കാരി മിഷണറി ആയിരിക്കുന്ന ബഹുമാനമുള്ള നിബു തോമസ് അച്ഛനാണ്. അച്ഛൻ ഈ മിഷന്റെ പ്രവർത്തനങ്ങൾക്കിടയിൽ തിരക്കുകൾക്കിടയിലും ഇന്ന് ഇതിൽ ജോയിൻ ചെയ്യാമെന്ന് അറിയിച്ചു. അച്ഛൻ കൃത്യസമയത്ത് തന്നെ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അച്ഛനെ ഏവരുടെയും പേരിൽ ഞാൻ ഈ മെഡിറ്റേഷനിലേക്ക് ഞാൻ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്ത ഏവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഈ ധ്യാനം നമുക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജോയിൻ ചെയ്തുകൊണ്ട് ആളുകൾ ഇരിക്കുന്നു. ഏവരെയും ഞാൻ ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ധ്യാനത്തിന് വിവിധ ഭാഗങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും അതാത് ഉത്തരവാദിത്തങ്ങൾ അതാത് സമയത്ത് ചെയ്യുവാൻ തക്കവണ്ണം താല്പര്യം കാണിക്കണം. നിങ്ങൾ ഏത് കാര്യം ചെയ്താലും അൺമ്യൂട്ടാണ് എന്ന് ഉറപ്പുവരുത്തണം. നിങ്ങളുടെ ശുശ്രൂഷകളെ ദൈവം തുടർന്നും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ധ്യാനത്തിനായിട്ട് നമുക്കൊരുങ്ങാം. ഓപ്പണിംഗ് പ്രയർ ചെയ്യുന്നത് സൈബാലങ്കിളാണ്. പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നത് ചെറിബോ ബംഗിൾ ആൻഡ് ഫാമിലിയാണ്. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്കൊരുങ്ങാം. ഓപ്പണിംഗ് പ്രയർ. ഹലോ അങ്കിൾ, കുറച്ചുകൂടെ വോളിയം കിട്ടുമോ? Can you hear me now? Okay, uncle, clear ആണ്. Opening prayer. Right. Gracious Heavenly Father, as we all have gathered here in your name by your blessings, we pray to you, Master. We want to glorify you and worship you, Lord Jesus. As we enter another week in the Lenten journey, guide us, Lord Jesus, to the path that leads our heart with gratitude, patience, strength, and happiness and peace. As we strive to become the best version of ourselves, honestly admitting our shortcomings and sins. Thank you for being with us always. Thank you for blessing us. Thank you for giving us the strength to pray to you, glorify you, and worship you. Thank you for being with us in our midst and strengthening us, Master. Thank you for always giving us the strength and energy we need to be able to pray to you and worship you. In the most gracious and precious name of our Savior and Master, Lord Jesus Christ, we pray to you. Amen. Amen. പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നത് ചെറിബോ ബംഗിൾ ആൻഡ് ഫാമിലിയാണ്. പ്രത്യേകിച്ച് സ്വാഗതം. കേൾക്കാമോ? കേൾക്കാം അങ്കിളെ, ക്ലിയർ. ആദ്യത്തെ പാട്ട്, കുഞ്ഞാട്ടിൻ തിരുരക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. കുഞ്ഞാട്ടിൻ തിരുരക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു. താൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിടും. മഹത്വം രക്ഷക സ്തുതി നിനക്കെന്നും, ചേറ്റിൽ നിന്നെ നീ വേണ്ടിടുത്തതിനാൽ സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സൻ നാളെല്ലാം നന്ദിയോടെ വണങ്ങിടുന്നു. ആർപ്പോടും ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ, മുൻപോട്ടു തന്നെ ഓടുന്നു എൻ വിരുദിനായി. ലഭിക്കും നിശ്ചയം എൻ വിരുദെനിക്ക്, ശത്രുക്കൾ ആരുമേ കൊണ്ടുപോകയില്ല. പ്രാപിക്കുമെന്നു ഞാൻ രാജൻ കയ്യിൽ നിന്ന് ദൂതന്മാരുടെ മധ്യത്തിൽ. എന്താഗ്യകാലം തോർക്കുമ്പോൾ എന്നുള്ളം തൊള്ളുന്നു. ഈ ലോകസുഖം തള്ളി ഞാൻ ഭാഗ്യം കണ്ടപ്പോൾ, നിത്യമാം രാജ്യത്ത് പാടിടും രാജൻ മുഖം കണ്ടു എന്നും ഞാൻ ഘോഷിക്കും. രക്തത്തിൽ വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി. രണ്ടാമത്തെ പാട്ട്,
പാടി പുകഴ്ത്തിയിടാം ദേവദേവന്. പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയതു കൃപകളോടെ. ഇന്നലെയും എന്നുമെന്നുമാറായ യേശുവേ നാം പാടി പുകഴ്ത്താം. ഇന്നലെയും എന്നുമെന്നുമാറായ യേശുവേ നാം പാടി പുകഴ്ത്താം. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഘോര ഭയങ്കര കോറ്റുമലയും കൊടിയത വരും നേരത്ത് കാക്കും കരങ്ങളാൽ ചേർത്തു മാർവണച്ച സ്നേഹം നിത്യം പാടും ഞാൻ. കാക്കും കരങ്ങളാൽ ചേർത്തു മാർവണച്ച സ്നേഹം നിത്യം പാടും ഞാൻ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. പേറ്റാത്തൾ കുഞ്ഞിനെ മാറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയായി താഴ്ത്തി എന്നെ തന്ന കാതയെന്നും ഞാൻ. താഴ്ത്തി എന്നെ തൻ കരത്തിൽ വെച്ചു ജീവബാധയെന്നും ഞാൻ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഭൂമിയെങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുറച്ച കൽപ്പനയതാ. ദേഹം ദേഹിയെല്ലാം ഒന്ന് ചേർന്ന് പ്രിയനായി വേല ചെയ്യും ഞാൻ. ദേഹം ദേഹിയെല്ലാം ഒന്ന് ചേർന്ന് പ്രിയനായി വേല ചെയ്യും ഞാൻ. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. യോർദാൻ സമമാനം ശോധനയിലും താണു വീണു പോകാതെ ആർപ്പിൻ ജയധനിയോടും കാത്തു പാലിക്കും നയമാശ്ചര്യം. ആർപ്പിൻ ജയധ്വനിയോടും കാത്തു പാലിക്കും സ്നേഹമാശ്ചര്യം. യേശു എന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. അടുത്ത പാട്ട് എനിക്കായി കരുതുന്നവൻ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ യേശുവിൻ കൂടെയുണ്ട്.
പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി അറിയുന്നു ഞാൻ. എരിതിയിൽ വീണാലോ അവിടെ ഞാൻ ഏകനല്ല, വീഴുന്നത് തീയല്ല, യേശുവിൻ കരങ്ങളില. വീഴുന്നതോ തീയിലല്ല, യേശുവിൻ കരങ്ങളില. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. ഘോരമശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ നടത്തുന്ന യേശുവത്രേ, ഞാനവൻ കരങ്ങളില. നടത്തുന്ന യേശുവത്രേ, ഞാനവൻ കരങ്ങളില. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. ദൈവം എനിക്ക് അനുകൂല നന്നായി അറിയുന്നു ഞാൻ. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടോ. ദൈവം അനുകൂലമെങ്കിൽ ആരെനിക്കെതിരായിടോ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. അച്ഛാ കേൾക്കാവോ? Psalm reading. Today's Psalm, Psalm 51. Be merciful to me, O God, because of your constant love. Because of your great mercy, wipe away my sins. Wash away all my evil and make me clean from my sin. I recognize my faults. I'm always conscious of my sins. I have sinned against you, you only, and done what you consider evil. So you're right in judging me. You're justified in condemning me. I have been evil from the day I was born. From the time I was conceived, I have been sinful. Sincerity and truth are what you require. Fill my mind with your wisdom. Remove my sin, and I will be clean. Wash me, and I will be whiter than snow. Let me hear the sounds of joy and gladness. And though you have crushed me and broken me, I will be happy once again. Close your eyes to my sins and wipe out all my evil. Create a pure heart in me, O God, and put a new and loyal spirit in me. Do not banish me from your presence.
Do not take your Holy Spirit away from me. Give me again the joy that comes from your salvation, and make me willing to obey you. Then I will teach sinners your commands, and they will turn back to you. Spare my life, O God, and save me, and I will gladly proclaim your righteousness. Help me to speak, Lord, and I will praise you. You do not want sacrifices, or I would offer them. You're not pleased with burnt offerings. My sacrifice is a humble spirit, O God. You will not reject a humble and repentant heart. O God, be kind to Zion and help her. Rebuild the walls of Jerusalem. Then you will be pleased with proper sacrifices and with our burnt offerings, and bulls will be sacrificed on your altar. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആണെങ്കിൽ ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ഇന്നത്തേക്കുള്ള പാഠം വായിച്ചു കേൾക്കാം. Today's gospel reading is taken from John chapter 8, verses beginning from 1 to 11. They all went home, but Jesus went to the Mount of Olives. At dawn, he appeared again in the temple courts where all the people gathered around him, and he sat down to teach them. The teachers of the law and the Pharisees brought in a woman caught in adultery. They made her stand before the group and said to Jesus, "Teacher, this woman was caught in the act of adultery. In the law, Moses commanded us to stone such women. Now, what do you say?" They were using this question as a trap in order to have a basis for accusing him. But Jesus bent down and started to write on the ground with his finger. When they kept on questioning him, he straightened up and said to them, "Let any of you who is without sin be the first to throw a stone at her." Again he stooped down and wrote on the ground. At this, those who heard began to go away one at a time, the older ones first, until only Jesus was left, with the woman still standing there. Jesus straightened up and asked her, "Woman, where are they? Has no one condemned you?" "No one, sir," she said. "Then neither do I condemn you," Jesus declared. "Go now and live your life of sin." Here ends the chapter. Amen. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ 4th വീക്കിലെ ഈ ലണ്ടൻ മെഡിറ്റേഷനിൽ പങ്കെടുക്കുന്ന ഏവരെയും ദൈവനാമത്തിൽ ഞാൻ ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യുന്നു. നോമ്പ് നാളുകൾ ദൈവവചനത്തിനും പ്രാർത്ഥനയ്ക്കും കൂടുതൽ പ്രാധാന്യം നൽകുവാനുള്ള ഒരു സമയമാണ്. പ്രത്യേകിച്ച് ഈ നാളുകളിൽ നമുക്ക് അതിനിടയാകുന്നു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു വസ്തുതയാണ്. ഈ നോമ്പ് നാളുകളിൽ നമ്മൾ എല്ലാ ബുധനാഴ്ചയും ഇപ്രകാരം സൂം പ്ലാറ്റ്ഫോമിലൂടെ ലണ്ടൻ മെഡിറ്റേഷന് നമുക്ക് ഇടയാകുന്നു. ഈ 4ാമത്തെ വീക്കിലും ഇപ്രകാരം കൂടുവാൻ തക്കോണം ദൈവം നമ്മെ ഇടയാക്കുന്നു. ഈ ലണ്ടൻ മെഡിറ്റേഷന്റെ വിവിധ ഭാഗങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ തക്കോണം പ്രിയപ്പെട്ടവരെ ദൈവം ഒരുക്കുന്നു. ഈ നാളുകളിലൊക്കെയും നമുക്ക് ഈ മെഡിറ്റേഷന് നേതൃത്വം നൽകുന്നത് നമ്മുടെ മിഷൻ ഫീൽഡുകളിലെ അച്ഛന്മാരാണ്. ഇന്ന് നമുക്ക് ഈ ലണ്ടൻ മെഡിറ്റേഷന് നേതൃത്വം നൽകുന്നത് സർക്കാരി മിഷണറിയായി പ്രവർത്തിക്കുന്ന ബഹുമാനമുള്ള നിബു തോമസ് അച്ഛനാണ്. നമുക്ക് പരിചിതമായ ഒരു മിഷൻ ഫീൽഡാണ് സർക്കാരി. നമ്മുടെ മഹായിടവകയുടെ തന്നെ നോർത്ത് ഇന്ത്യയിലെ ആദ്യത്തെ മിഷൻ ഫീൽഡാണ് സർക്കാരി മിഷൻ. നോർത്ത് ഇന്ത്യയിൽ പോയിട്ടുള്ളവരുണ്ട്, നോർത്ത് ഇന്ത്യയെ പറ്റി അറിയാവുന്നവരുണ്ട്. ശരിക്കും നമ്മുടെ ഈ സൗത്ത് ഇന്ത്യയുമായി വളരെയധികം വ്യത്യസ്തതകളുള്ള ഒരു ഇടമാണ്. അതോടൊപ്പം തന്നെ വിശ്വാസപരമായിട്ടും നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾക്കൊക്കെയും ധാരാളം വെല്ലുവിളികൾ നേരിടുന്നതായ ഒരു ദേശമാണ് ഈ നോർത്ത് ഇന്ത്യ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശ്. അവിടെയുള്ളതായ നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് ഈ നാളുകളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പ്രവർത്തിപ്പാൻ തക്കോണം ഇടയാകുന്നു. സ്കൂളും അതോടൊപ്പം തന്നെ വില്ലേജും അതോടൊപ്പം തന്നെ വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ, വിവിധ പ്രവർത്തനങ്ങളിലൂടെ ഈ ദൈവത്തിന്റെ സുവിശേഷം വചനം പങ്കിടുവാൻ തക്കോണം ഈ സർക്കാരി മിഷൻ ഈ നാളുകളിലൊക്കെയും ഇടയാകുന്നു. പ്രത്യേകിച്ച് എനിക്ക് അതിന്റെ ഭാഗമായിട്ട് ഇവിടെ വരുന്നതിന് മുൻപായിരിക്കാൻ തക്കോണം ഇടയായത് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ അത് ഉൾക്കൊള്ളുന്നത്, ഞാനത് പങ്കിടുന്നത്. ഇന്ന് ഈ നാളുകളിൽ ആ മിഷന് നേതൃത്വം നൽകുന്നത് ബഹുമാനമുള്ള നിബു തോമസ് അച്ഛനാണ്. അച്ഛൻ കായംകുളം പുതുപ്പള്ളി സ്വദേശിയാണ്.
അച്ഛൻ ഈ നാളുകളിൽ അവിടുത്തെ മിഷന്, പ്രത്യേകിച്ച് സ്കൂളിന് വളരെ അനുഗ്രഹീതമായ അർത്ഥപൂർണമായ നേതൃത്വം ഈ നാളുകളിൽ നൽകുന്നു. പ്രത്യേകിച്ച് അവിടെ സ്കൂളാണ് ഇപ്പോൾ നമുക്ക് ഒരു പ്രധാന പ്രവർത്തന ഇടം. അതോടൊപ്പം തന്നെ വില്ലേജും വിവിധ പ്രവർത്തനങ്ങളൊക്കെയും ആ സ്കൂളിനോടുള്ള ബന്ധത്തിൽ ആ മിഷന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നു. പ്രത്യേകിച്ച് അച്ഛൻ ഒരു മിഷണറി എന്ന നിലയിൽ വളരെ തിരക്കുള്ള ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ എക്സാം ആരംഭിക്കുകയാണ്, എക്സാമിന്റെ തയ്യാറെടുപ്പുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് തന്നെ അച്ഛന് വേറെ ഇപ്പം നെക്സ്റ്റ് അച്ഛൻ ഇവിടെ നിന്ന് മെസ്സേജ് കഴിഞ്ഞാൽ ലെഫ്റ്റ് ആവുമെന്ന് പറഞ്ഞ അച്ഛന് ഒരു പ്രയർ മീറ്റിംഗ് കൂടെ ഉണ്ട് ഇന്ന്. അപ്പോൾ ഈ തിരക്കുകൾക്കിടയിലും ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കാൻ തക്കോണം അച്ഛന് സമയം കണ്ടെത്തി. ഞാനിത് ആവശ്യപ്പെട്ടപ്പോൾ വളരെ സന്തോഷത്തോടെ അച്ഛനെ ഇൻവിറ്റേഷൻ സ്വീകരിച്ചു. പ്രത്യേകിച്ച് അച്ഛന്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. നമ്മളിങ്ങനെ മിഷൻ ഫീൽഡിലെ അച്ഛന്മാരെ വിളിക്കുന്നതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് മിഷൻ ഫീൽഡിനെ പറ്റി കുറച്ചുകൂടി ഒന്ന് അറിയാനുള്ള സമയമാണ്. അതോടൊപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരോടൊപ്പം ഈ വചനധ്യാനത്തിന് സമയം കണ്ടെത്തുവാനുമുള്ളതായ സമയമാകുന്നുവല്ലോ. പ്രത്യേകിച്ച് അച്ഛന്റെ സാന്നിധ്യം ഏറ്റവും സന്തോഷവും അതോടൊപ്പം തന്നെ വളരെ അനുഗ്രഹപൂർണമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന ഏവരുടെയും പേരിൽ, നമ്മുടെ ഇടവകയുടെ പേരിൽ അച്ഛനെ ഏറ്റവും വിനീതമായി സന്തോഷത്തോടെ ബഹുമാനത്തോടെ ഈ സൂം മീറ്റിംഗിലേക്ക്, ഈ ലെൻഡൻ മെഡിറ്റേഷനിലേക്ക് ഞാൻ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം അച്ഛ. അടുത്ത പാട്ടിന് ശേഷം അച്ഛൻ നമ്മോട് തിരുവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത്. പാട്ടിന് നേതൃത്വം നൽകുന്നത് ചെറിയ ബംഗ്ലൻ ഫാൻ. അടുത്ത പാട്ട് എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, അതു ചിന്തയിലടങ്ങാ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, ദൈവമേ നിൻ മഹാസ്നേഹമതിൽ വിധം ആർക്കു ചിന്തിച്ചറിയാം. എനിക്കാവതില്ലേ അതിലാഴമളന്നിടം എത്ര ബഹുലമത്. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ആയിരം നാവുകളാലതു വർണ്ണിപ്പതേനെഴുതോ. പാടില സാധ്യമോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. മോദമെഴും തിരുമാർവിലുല്ലാസമായി സന്തതം ചേർന്നിരുന്ന ഏകജാതനാമേശുവെ പാദകർത്താ തന്ന സ്നേഹമതിശയമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. പാദത്താൽ നിന്നെ ഞാൻ കോപിപ്പിച്ചുള്ളൊരു കാലത്തിലും ദയവായി സ്നേഹവാവിയെ നീ എന്നെ സ്നേഹിച്ചതോർത്തന്നെ ആശ്ചര്യമേറിടുന്നു. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ജീവിതത്തിൽ പല വീഴ്ചകൾ വന്നിട്ടും ഒട്ടും നിഷേധിക്കാതെ എന്നെ കേവലം സ്നേഹിച്ചു പാലിച്ചിടും തവ സ്നേഹമതുല്യമോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മഹാനമേ. മെഡിറ്റേഷൻ ലീഡ് ചെയ്യുവാൻ വേണ്ടി ബഹുമാനമുള്ള നിബുവച്ചനെ ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യും. ഓക്കെ, താങ്ക് യു. ക്ലിയർ ആണല്ലോ, വോയിസ് ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ അച്ഛാ. ഓക്കെ, പ്രാർത്ഥിക്കും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സന്ധ്യയ്ക്കായിട്ട് ഒരു പകലും കൂടെ ഞങ്ങളെ പരിപാലിച്ചു. സന്ധ്യയുടെ യാമത്തിൽ അങ്ങയുടെ തിരുമുഖത്തേക്ക് നോക്കുവാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി പ്രത്യേകിച്ച് ദൈവമേ,
ഈ നാളുകളിൽ അങ്ങേക്ക് വേണ്ടി ജീവിപ്പാനൊക്കെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം. പ്രത്യേകിച്ച് ദൈവമേ, ഹൈദരാബാദ് സഭയെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇപ്രകാരം ഓൺലൈനിലൂടെ ബുധനാഴ്ചകളിൽ ദൈവം പ്രാർത്ഥന നടത്തുവാൻ എൻ്റെ മക്കളെ അവിടെ സഹായിച്ചതുകൊണ്ട് സ്തോത്രം ചെയ്യും. ഇവരുടെ അച്ഛനെ കുടുംബമായി സമർപ്പിക്കുന്നു. ഇതിൽ സംബന്ധിക്കുന്നവരെ അനുഗ്രഹിക്കണം. ഇന്ന് സംബന്ധിപ്പാൻ കഴിയാതെ പോയവരെയും ദൈവമേ അവിടുന്ന് പരിപാലിക്കണം. അല്പസമയം ചിന്തിപ്പാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളെ പൊതിയണം. മിശിഹാ നാമത്തിൽ പ്രാർത്ഥന ദൈവത്തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എത്രയും സ്നേഹവും ബഹുമാനമുള്ള ജർണച്ചൻ, ഇതിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ ആദ്യമേ അറിയിക്കുന്നു. ഇപ്രകാരം ഓൺലൈനിലൂടെ ഒരവസരം തന്ന അച്ഛനോടും ഇതിന്റെ എല്ലാ ഭാരവാഹികളോടുമുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹത്തെയും ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അച്ഛൻ കഴിഞ്ഞ ദിവസം വിളിച്ചൊരു പ്രാർത്ഥന എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ വളരെ സന്തോഷത്തോടുകൂടെ അത് സ്വീകരിച്ചു. കാരണം ലഭ്യമാകുന്ന സമയങ്ങൾ, അവസരങ്ങളൊക്കെ ദൈവം നൽകുന്നതാണെന്നുള്ളൊരു വലിയ ബോധ്യം ഉള്ളതുകൊണ്ട് കഴിവതും ഒരു പരിപാടികളും ഉപേക്ഷിക്കാറില്ല. ഈ നാളുകളിൽ ദൈവം സഹായിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ നോമ്പിന്റെ കാലഘട്ടങ്ങളിൽ ബുധനാഴ്ചകളിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഒരുമിച്ച് കൂടി വരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. അച്ഛൻ ആമുഖമായി പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും നന്ദി. പ്രത്യേകിച്ച് ഞാനും ജർണച്ചനും തമ്മിൽ എന്തെന്നറിയില്ല, ഒരു ആത്മീയപരമായും സൗഹൃദപരമായൊക്കെ ഒരു ബന്ധം സ്ഥാപിപ്പാൻ കഴിയുന്ന ആളുകളെ സഹായിച്ചു. എന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതും അച്ഛന്റെ കയ്യിൽ നിന്ന് ചാർജ് ഏറ്റെടുത്തുകൊണ്ടാണ് കുന്നിടയിൽ. അവിടെ നിന്ന് പിന്നീട് ഞാൻ കുട്ടനാട് മിഷനിലേക്ക് പോയി. അവിടെ നിന്നാണ് പിന്നീട് ഞാൻ സർക്കാർ മിഷനിലേക്ക് വരുന്നത്. ഇവിടെ വന്നപ്പോഴും ജർണച്ചനിൽ നിന്നാണ് ഞാൻ ചാർജ് ഏറ്റെടുക്കുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലമായി സർക്കാർ മിഷനിൽ പ്രവർത്തിപ്പാനായിട്ട് ദൈവം ഇടയാക്കി. അച്ഛൻ ഓർപ്പിച്ചതുപോലെ ഒരു എഡ്യൂക്കേഷണൽ മിഷനാണ് സർക്കാർ എന്ന് പറയുന്നത്. ഞാൻ ഈ പറയുന്നതിലപ്പുറമായി ഒരുപക്ഷെ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് അച്ഛന്റെ പ്രസംഗങ്ങളിലൂടെയും വാക്കുകളിലൂടെയൊക്കെയും നിങ്ങൾക്ക് മിഷനെ പറ്റി പരിചയമുണ്ട് എന്ന് ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കും. സർക്കാർ മിഷൻ 1982 മഹായിടവകയുടെ ഒരു സെന്റിനറി മെമ്മോറിയൽ മിഷനായിട്ട് നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച ആദ്യത്തെ മിഷൻ വയലാണ് സർക്കാർ മിഷൻ. ഒരു ചെറിയ സ്ഥാപനമായി, ഒരു സ്കൂളായി പ്രവർത്തനം ആരംഭിച്ചു. ഇന്ന് 32 വർഷം പിന്നിടുമ്പോൾ 1140 കുഞ്ഞുങ്ങളുമായി പ്ലേ സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി വരെ, +2 വരെ വളരെ മനോഹരമായ മഹോബ ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി നമ്മുടെ സ്ഥാപനം നിലനിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമാണ്. 3 വർഷക്കാലം അതിന്റെ എല്ലാ കാര്യാദികളിലും ബഹുമാനമുള്ള ജർണച്ചനും കൊച്ചമ്മയും ഒക്കെ അധ്വാനിച്ചത് ഈ സമയം ഞാൻ നന്ദിയോടുകൂടെ ഓർക്കുന്നു. അങ്ങനെ വളരെ മനോഹരമായി നടക്കുന്ന ഈ സ്ഥാപനം ഒരുപക്ഷെ ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന സ്കൂളുകളിൽ ഒന്നാണ് നമ്മുടെ സ്കൂൾ. ഈ വർഷത്തെ ബോർഡ് എക്സാം കഴിഞ്ഞ ആഴ്ചയിൽ അവസാനിച്ചു. ബാക്കി എല്ലാ കുഞ്ഞുങ്ങളുടെയും ആനുവൽ എക്സാമിനേഷൻ നാളെ ആരംഭിക്കുകയാണ്. പ്രത്യേകം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഓർക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. സാമ്പത്തികമായിട്ടൊക്കെ പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങൾ അനേകം നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഒരു കമ്പാഷൻ പ്രോജക്റ്റ് നമ്മൾ നടത്തുന്നുണ്ട്. 2016 വരെ വിദേശ ഫണ്ടിങ്ങുകളൊക്കെ ഈ കമ്പാഷൻ ഉണ്ടായിരുന്നു. എന്നാൽ 2016 എല്ലാ വിദേശ ഫണ്ടിങ്ങുകളും ഈ കമ്പാഷൻ പ്രോജക്റ്റ് നിർത്തുകയും, എന്നാൽ ഈ കുഞ്ഞുങ്ങളെ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിൽ നിന്ന് ജെനുവനായിട്ടുള്ള കുഞ്ഞുങ്ങളെ മാത്രം സെലക്ട് ചെയ്ത് ഈ വർഷം 53 കുഞ്ഞുങ്ങൾ ഈ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തി നമ്മൾ പഠിപ്പിക്കുന്നു. ഈ കുഞ്ഞുങ്ങൾക്ക് ഒന്നെങ്കിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, അല്ലെങ്കിൽ ഓർഫൻസോ സെമി ഓർഫൻസോ ആയിട്ടുള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഈ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. ഇവർക്ക് ഒരു കുഞ്ഞിനെ സ്പോൺസർ ചെയ്യുവാൻ ഒരു മാസം നമ്മൾ 1000 രൂപയാണ് വാങ്ങുന്നത്. ഏകദേശം 38ഓളം കുഞ്ഞുങ്ങൾക്ക് സ്ഥിരമായി ഈ വർഷം സ്പോൺസേഴ്സ് ഉണ്ട്. ബാക്കി കുഞ്ഞുങ്ങൾക്ക് സ്പോൺസേഴ്സ് ഇല്ല. ആരെങ്കിലും ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും ഒരു കുഞ്ഞിനെ സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെയോ ജർണച്ചനെയോ അത് അറിയിക്കുന്നെങ്കിൽ വളരെ സന്തോഷമാണ്. ഒരു മാസത്തേക്ക് ഒരു കുഞ്ഞിന് 1000 രൂപയാണ്. അവർക്ക് സ്കൂൾ ഉച്ചവരെയാണ് ഇവിടെ, 1:30 വരെ എല്ലാ കുഞ്ഞുങ്ങൾക്കും. 8:30 മുതൽ 1:30 വരെയാണ് ഇവിടുത്തെ സ്കൂൾ ടൈമിംഗ്. ഈ സ്കൂൾ സമയം കഴിയുമ്പോൾ അവർക്ക് ഉച്ചഭക്ഷണം നൽകും. അതിനുശേഷം ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂറിനകത്ത് അവർക്ക് ഒരു ട്യൂഷൻ ക്ലാസ് കൊടുക്കും.
ഈ കമ്പാഷൻ പ്രോജക്റ്റിൽ ഉൾപ്പെട്ട മുതിർന്ന പെൺകുട്ടികൾക്ക് ആഴ്ചയിൽ 3 ദിവസം തയ്യൽ ക്ലാസ്, 3 ദിവസം കമ്പ്യൂട്ടർ ക്ലാസ് ആൺപിള്ളേർക്കും നമ്മൾ നൽകി വരുന്നുണ്ട്. അതുകൂടാതെ അവരുടെ സ്കൂൾ തുറക്കുന്ന സമയത്ത് അവരുടെ ബേസിക് യൂണിഫോം, അവരുടെ പുസ്തകങ്ങൾക്കൊക്കെ നമ്മൾ കൺസെഷൻ നൽകാറുണ്ട്. അതോടൊപ്പം തന്നെ ഡിസംബർ മാസത്തിൽ ഒരു ക്രിസ്മസ് ഗിഫ്റ്റും ഈ കുഞ്ഞുങ്ങൾക്ക് നൽകി വരുന്നു. അതുകൊണ്ട് ഈ പ്രൊജക്ടിനെ ഓർത്ത് പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ കുഞ്ഞുങ്ങളെ, അവരുടെ ജീവിത അവസ്ഥകളെയൊക്കെ പ്രത്യേകമായിട്ട് ഓർക്കണം. വില്ലേജ് മിനിസ്ട്രി ഉണ്ട്. 2013 പൻവാടി പഹാടി എന്ന പ്രദേശത്ത് വില്ലേജ് മിനിസ്ട്രി ആരംഭിച്ചു. ചില സാങ്കേതിക പ്രതിസന്ധികൾ കാരണം ചില നാളുകളായിട്ട് അവിടുത്തെ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ്. എന്നാൽ കേസ് കാര്യങ്ങളൊക്കെ എത്രയും വേഗം പൂർത്തീകരിച്ച് അവിടുത്തെ പ്രവർത്തനം പുനരാരംഭിക്കേണ്ടതിന് വേണ്ടിയും നിങ്ങളുടെ പ്രാർത്ഥന ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഞാൻ ക്ഷണിക്കുന്നു. ഒരു മിഷണറി കുടുംബമായി അവിടെ താമസിച്ചാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ആ കാര്യവും നിങ്ങളുടെ ശ്രദ്ധയിൽ പ്രത്യേകം ഓർക്കണം. അവിടെ നമുക്ക് ഏകദേശം 4 ട്യൂഷൻ സെന്ററുകളും 2 ആരാധനകളും ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ താൽക്കാലികമായിട്ട് നിർത്തേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകേണ്ടതിന് വേണ്ടി പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇത് കൂടാതെ നമ്മളുടെ ഇവിടുത്തെ തന്നെ ഒരു സ്റ്റാഫായ കമൽ എന്ന് പറയുന്ന സഹോദരന്റെ മൂത്ത മകളെ നമ്മൾ ഈ വർഷം നഴ്സിംഗ് പഠിപ്പിക്കുന്നു. ഇപ്പോൾ 2ാം വർഷം പഠിക്കുന്നു. ചത്രപ്പൂരുള്ള ഒരു മിഷൻ ഹോസ്പിറ്റലിൽ അവൾ 2ാം വർഷം പഠിക്കുന്നു. അവൾക്ക് ഒരു വർഷം 1 ലക്ഷം രൂപ ഫീസും ഏകദേശം 25,000 രൂപ അവളുടെ മറ്റ് സ്റ്റേഷനറി, പുസ്തകങ്ങൾ, യാത്ര തുടങ്ങിയ കാര്യങ്ങൾക്ക് ചെലവാകുന്നു. ഈ വിഷയം പ്രത്യേകമായി നിങ്ങളുടെ ശ്രദ്ധയിൽ ഓർക്കണം. ഞാൻ സമയച്ചുരുക്കം കൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. കാരണം വചനം പറയേണ്ടുന്ന സമയമാണെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. നിങ്ങൾക്ക് മിഷനെ പറ്റി കൂടുതലായിട്ട് അറിയണമെങ്കിൽ അച്ഛന്റെ കയ്യിൽ നിന്ന് പേഴ്സണൽ നമ്പർ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഏത് സമയത്ത് നിങ്ങൾക്ക് വിളിച്ചാൽ ഞാൻ മിഷന്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് പറയുവാനായിട്ട് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കും. അല്ല എങ്കിൽ അച്ഛനോട് ചോദിച്ചാലും എന്നേക്കാൾ നല്ലപോലെ അച്ഛനും കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളാണ്. അതുകൊണ്ട് അച്ഛനോടും നിങ്ങൾക്ക് ചോദിച്ച് ഈ മിഷന്റെ പ്രവർത്തനങ്ങളെ പറ്റി കൂടുതൽ അറിയാവുന്നതാണെന്ന് പ്രത്യേകം ഓർത്ത് ഞാൻ മിഷന്റെ ഒരു ലഘു വിവരണം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു നോമ്പിന്റെ കാലഘട്ടങ്ങളിലൂടെയാണ് ഒരു നോമ്പ് എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് വേണമെങ്കിൽ നമുക്കൊരു ഉത്തരം പറയാം. ഒരു ആത്മീയ വളർച്ചയ്ക്ക് നമ്മെ തന്നെ ഒരുക്കുന്ന ഒരു സമയമാണ് നോമ്പ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ബുധനാഴ്ചകളിലൊക്കെ നമ്മൾ കൂടി വന്ന് വചനം കേൾക്കുവാനായിട്ട് സമയം കണ്ടെത്തുന്നത്. നോമ്പെന്ന് പറയുന്ന ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി നമ്മെ തന്നെ ഒരുക്കുന്ന ഒരു കാലഘട്ടം. ഇത്രയും നാളുകളുടെ നമ്മുടെ തിരക്കിട്ട ജീവിതങ്ങൾക്ക് ഇടയിൽ ചില നിമിഷങ്ങൾ ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ പഠനങ്ങൾക്ക് വേണ്ടി ഞാനും നിങ്ങളും വേർതിരിക്കുന്ന ഒരു സമയമായി നോമ്പിനെ കണക്കാക്കുന്നു. ഇറ്റ്സ് എ ടൈം ഓഫ് പേഴ്സണൽ റിഫ്ലക്ഷൻ ആൻഡ് സെൽഫ് എക്സാമിനേഷൻ എന്നാണ് നമ്മൾ പലപ്പോഴും വായിച്ച് മനസ്സിലാക്കുന്നത്. പേഴ്സണൽ റിഫ്ലക്ഷന് വേണ്ടിയും ഒരു സെൽഫ് എക്സാമിനേഷന് വേണ്ടിയും നമ്മൾ മാറ്റിവെച്ചിരിക്കുന്ന ഒരു സമയം. വായിച്ച വേദഭാഗം ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. യോഹന്നാന്റെ സുവിശേഷം 8ാം അധ്യായം അതിന്റെ 1 മുതൽ 11 വരെയുള്ള ഭാഗത്ത് ഒരു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ പറ്റിയാണ് പറഞ്ഞത്. എ വുമൺ കോട്ട് ഫ്രം അഡൾട്ടറി. അത് നമ്മൾ വായിച്ച് വ്യക്തമായിട്ട് ഇപ്പോൾ വായിച്ചത് കൊണ്ട് ഞാൻ വീണ്ടും അതിനുള്ള സമയം കണ്ടെത്തുന്നില്ല. ഒരു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ, നമുക്കറിയാം പഴയ നിയമ ചരിത്രം നമ്മൾ പഠിച്ചാൽ മറ്റൊരുവന്റെ ഭാര്യയോട് ദോഷം ചെയ്യുമ്പോഴാണ് കല്ലെറിയുവാനുള്ള കൽപ്പന പഴയ നിയമ ചരിത്രത്തിൽ നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ലേവ്യ പുസ്തകം 20ാം അധ്യായം അതിന്റെ 10ാമത്തെ വാക്യവും ആവർത്തന പുസ്തകം 22ാമത്തെ അധ്യായം അതിന്റെ 22ാം വാക്യമൊക്കെ നമ്മൾ വായിക്കണം. ഈ സമയത്ത് അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട അല്ലെങ്കിൽ പിടിക്കപ്പെടുന്ന സ്ത്രീകളെ മാത്രം കല്ലെറിയണമെന്നല്ല ഈ ഭാഗങ്ങൾ ഓർപ്പിക്കുന്നത്. മറിച്ച് 2 പേരെയും, തെറ്റുകൾ ചെയ്ത പുരുഷനെയും സ്ത്രീയെയും 2 പേരെയും കല്ലെറിയണമെന്ന് ഉള്ള ഒരു കൽപ്പനയാണ് പഴയ നിയമ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ സ്ത്രീയെ മാത്രമേ കർത്താവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നതായിട്ട് നമ്മൾ കാണുന്നു. അത് ന്യായപ്രമാണം പ്രകാരം തന്നെ തെറ്റായ ഒരു നടപടിയാണ് എന്ന് നമ്മൾക്ക് ഇതിലൂടെ തന്നെ മനസ്സിലാകും. ഇതിൽ നിന്ന് പെട്ടെന്ന് 1-2 ചിന്തകൾ മാത്രം പങ്കുവെച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഇതിന്റെ വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇതിന്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് വിവേകത്തോടുകൂടെ കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ഒരു കർത്താവിനെയാണ് ഈ ഭാഗത്ത് നമ്മൾ ആദ്യം കാണുന്നത്. വിവേകത്തോടുകൂടെ കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ഒരു കർത്താവാണ് എന്റെയും നിങ്ങളുടെയും കർത്താവ് അല്ലെങ്കിൽ പിതാവ് എന്ന് പറയുന്നത്. അവർ ലോർഡ് ഇസ് ദ ലോർഡ് വൺ ഹു അണ്ടർസ്റ്റാൻഡ് ഓൾ ദ തിങ്സ് വിത്ത് വിസ്ഡം. ഒരു ജ്ഞാനത്തോടുകൂടെ, അറിവോടുകൂടെ, വിവേകത്തോടുകൂടെ കാര്യങ്ങളെ വിവേചിക്കുന്ന, തിരിച്ചറിയുന്ന ഒരു കർത്താവ്. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, ഒരു കാരണവശാലും ഈ സ്ത്രീയെ കൊല്ലണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല അവരവിടെ വന്നത് എന്ന് നമ്മൾക്ക് ഈ ഭാഗത്ത് തന്നെ മനസ്സിലാക്കാൻ കഴിയും. കാരണം അവളെ കൊണ്ടുവന്നവരുടെ ആഗ്രഹം ഒരു കാരണവശാലും അവളെ കല്ലെറിയണമെന്നോ അവളെ കൊല്ലണമെന്നോ ഉള്ളതല്ലായിരുന്നു.
അതിന്റെ 5-ാമത്തെയും 6-ാമത്തെയും വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതായിരുന്നു. അവനെ കുറ്റം വിധിക്കേണ്ടതിന് അവനെ പരീക്ഷിച്ച് ചോദിച്ചതാ. കാരണം യേശുവിനെ കൊടുക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ക്രിസ്തുവിനെ കൊടുക്കുവാൻ വേണ്ടി മാത്രം ആഗ്രഹിച്ച ഒരു ജനത, ഒരു സമൂഹം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു കാരണവശാലും അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് ആ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ള ഒരു ആഗ്രഹം അല്ലായിരുന്നു എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. കാരണം കർത്താവ് പറയുകയാണ്, അവളെ കല്ലെറിയണമെന്ന് കർത്താവ് പറഞ്ഞിരുന്നുവെങ്കിൽ അവര് പറയുമായിരുന്നു, ഇവന് പാപികളോട് സ്നേഹമില്ലാത്ത അല്ലെങ്കിൽ മനസ്സലില്ലാത്ത ഒരുവനാണ് എന്ന് അവർ പറഞ്ഞു. ഇനി മറിച്ച് കല്ലെറിയണ്ട എന്ന് ക്രിസ്തു പറഞ്ഞിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഇവര് ചിന്തിക്കുമായിരുന്നു, ഇവൻ ന്യായപ്രമാണത്തോട് നീതി പുലർത്താത്ത ഒരുവനാണ് എന്ന് ഇവർ പറയുമായിരുന്നു. ഈ രണ്ടുത്തരമായിരുന്നു ഇവരുടെ മനസ്സിൽ ക്രിസ്തു പറയും എന്ന് ആഗ്രഹിച്ചിരുന്നത്. ഒന്നെങ്കിൽ കല്ലെറിയണം, അല്ലെങ്കിൽ കല്ലെറിയണ്ട. ഇത് രണ്ട് പറഞ്ഞിരുന്നെങ്കിലും ഇവർ ക്രിസ്തുവിനെ ഏതെങ്കിലും രീതിയിൽ കൊടുക്കുവാനായിട്ട് ശ്രമിച്ചിരുന്നു. അപ്പോൾ ക്രിസ്തുവിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും മനസ്സിൽ കണ്ടതോ അല്ലെങ്കിൽ ക്രിസ്തു പറയുമെന്ന് ഇവർ ആഗ്രഹിച്ചിരുന്ന ഒരു ഉത്തരമല്ല എന്റെ പിതാവ് ഇവർക്ക് നൽകി, അല്ലേ? എന്നാൽ പാപമില്ലാത്തവൻ ഇവളെ ആദ്യം കല്ലെറിയട്ടെ. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഉത്തരം. ഒരുപക്ഷെ എന്റെ നിങ്ങളുടെയും ജീവിതത്തിൽ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ നിരത്തുന്ന വിഷയങ്ങളിന്മേൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഉത്തരങ്ങളായിരിക്കാം ഒരുപക്ഷെ എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ ജീവിതങ്ങൾക്ക് എന്റെ ദൈവം നൽകുന്നത്. നമ്മളുടെ മനസ്സിൽ ഞാനും നിങ്ങളും കണക്ക് കൂട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ എഴുതി വച്ചിരിക്കുന്ന ചില ഉത്തരങ്ങൾ ഉണ്ടാകാം. എന്നാൽ ആ ഉത്തരമല്ല എന്റെ പിതാവിന്റെ ഉത്തരം എന്നുള്ളത് ഞാൻ നിങ്ങൾ തിരിച്ചറിയണം. ഇവിടെയും യേശുവിനെ കൊടുക്കുവാൻ വന്നവരുടെ ആഗ്രഹം ഒന്നെങ്കിൽ അവളെ കല്ലെറിയണം, അല്ലെങ്കിൽ അവളെ കല്ലെറിയണ്ട. ഈ രണ്ട് ഉത്തരത്തിന്മേൽ ക്രിസ്തുവിനെ കൊടുക്കുവാൻ വന്നവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ അവർ ലജ്ജിതരാകുന്ന രീതിയിലുള്ള ഒരു മറുപടി എന്റെ ദൈവം നൽകി എന്നുള്ളതാണ്, അല്ലെ? യേശു ഇവിടെ എഴുതിയിരിക്കുന്ന എങ്ങനെ? യേശു നിലത്ത് എഴുതിക്കൊണ്ടിരുന്നതാണ്, അല്ലെ? വേദപുസ്തകത്തിൽ എങ്ങും തന്നെ യേശു എഴുതുന്നതിനെ പറ്റി രേഖപ്പെടുത്തിയിട്ടില്ല. ആകെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരേ ഒരു ഭാഗം ഇവിടെ മാത്രമാണ്. യേശു മറ്റെങ്ങും തന്നെ എഴുതുന്ന ഒരു രീതിയെ പറ്റി എങ്ങും പറയുന്നില്ല, അല്ലെ? ആ വേദപണ്ഡിതന്മാർ അതിനെപ്പറ്റി പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവരുടെ പാപങ്ങളെ പറ്റി എഴുതുകയായിരുന്നു എന്നൊക്കെ പറയുന്നു. എന്നാൽ അതൊന്നും നമുക്ക് ഇവിടെ വേദപുസ്തകത്തിൽ നമ്മളെ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നിരുന്നാൽ തന്നെയും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഉത്തരങ്ങൾ ഒരു പക്ഷെ എന്റെ നിങ്ങളുടെയും ജീവിതത്തിലേക്ക് എന്റെ ദൈവം നൽകും. അതുകൊണ്ട് ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ ഒന്നാമത് ഞാൻ നിങ്ങളും മനസ്സിലാക്കേണ്ടത്, നമ്മൾ വിവേകത്തോടുകൂടെ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ, വിവേകത്തോടുകൂടെ ജ്ഞാനത്തോടുകൂടെ കാര്യങ്ങളെ സമീപിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധ്യമാകണം. ഉത്തരങ്ങൾ പറയുവാൻ വെമ്പൽ കൊണ്ട് നിൽക്കുന്ന ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടുന്നത്, ഒരു കാര്യം എന്റെ നിങ്ങളുടെ മുൻപാകെ കടന്നു വരുമ്പോൾ അതിനെ എങ്ങനെ സമീപിക്കണമെന്നും അതിനെങ്ങനെ മറുപടി നൽകണമെന്നും ആലോചിച്ച് വിവേകത്തോടുകൂടെ ജ്ഞാനത്തോടുകൂടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാൻ എനിക്ക് നിങ്ങൾക്കും സാധ്യമായിട്ടുണ്ട്. അതാണ് ഒന്നാമത് നമ്മളെ പഠിപ്പിക്കുന്ന അതാണ്. അവർ ലോർഡ് ഈസ് എ വൺ ഹു അണ്ടർസ്റ്റാൻഡ് ഓൾ ദ തിങ്സ് വിത്ത് വിസ്ഡം. രണ്ട്, ഇവിടെ നമ്മളെ താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാക്കുന്ന രണ്ടാമത്തെ കാര്യം, ഒരിക്കലും നമ്മെ തനിച്ചാക്കാത്ത ഒരു ദൈവത്തെ, ഒരു കർത്താവിനെയാണ് നമ്മൾ ഈ ഭാഗത്ത് മനസ്സിലാക്കുന്നത്. അവർ ലോർഡ് ഈസ് എ ലോർഡ് വൺ ഹു ഡസ് നോട്ട് ലീവ് us alone. നമ്മളെ ഒരു കാരണവശാലും നമ്മളെ തനിച്ചാക്കാത്ത അല്ലെങ്കിൽ നമ്മളെ തനിയെ എങ്ങും ആക്കാത്ത ഒരു ദൈവത്തെ നമ്മൾ കാണുന്നു, അല്ലെ? അതിന്റെ 9-ാമത്തെ വാക്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. ജീസസ് അലോൺ സ്റ്റേഡ് വിത്ത് ഹെർ എന്നാണ് പറയുന്നത്. ജീസസ് അലോൺ സ്റ്റേഡ് വിത്ത് ഹെർ. യേശു അവളും മാത്രം ശേഷിക്കുന്ന, അല്ലെങ്കിൽ ഈ ഭാഗത്തിന്റെ ആദ്യ ഭാഗം നമ്മൾ വായിച്ചപ്പോൾ, ഈ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് ഒരുപാട് പേര് കടന്നു വന്ന് അവളെ കുറ്റം ചുമത്തേണ്ടതിന് വേണ്ടി, യേശുവിനെ കൊടുക്കേണ്ടതിന് വേണ്ടി കടന്നു വന്നപ്പോൾ ചില നേരങ്ങൾക്ക് ശേഷം നമ്മൾ കാണുന്നത് ജീസസ് എലോൺ സ്റ്റേഡ് വിത്ത് ഹെർ. ഒരുപക്ഷെ അവിടെ കൂടിയിരുന്ന തിങ്ങിയിരുന്ന ജനങ്ങളോ അല്ലെങ്കിൽ അവളെ കുറ്റം വിധിക്കുവാൻ വന്നവരോ ആരുമില്ലാത്ത ഒരവസ്ഥ, അവളെ ഒരുപക്ഷെ അവളോടൊപ്പം സഹിച്ചവർ പോലും, അവളോടൊപ്പം ഉണ്ടായിരുന്നവർ പോലും, അവളോടൊപ്പം തെറ്റ് ചെയ്തിരുന്നവർ പോലും കൂടെ ഉണ്ടായിരുന്ന സമയത്ത് എന്റെ ക്രിസ്തുവിന്റെ ഉത്തരത്തിൽ സകലരും മാറിപ്പോയ ഒരു അനുഭവം ഉണ്ടാകും. അങ്ങനെ ആരൊക്കെ ഉപേക്ഷിച്ചാലും, വേദപുസ്തകത്തിന്റെ അനേക ഭാഗങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലെ? ആരൊക്കെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ട്. സങ്കീർത്തനം 27-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ്, അല്ലെ? അമ്മയോ ഉപേക്ഷിച്ചാൽ പോലും ഉപേക്ഷിക്കാത്ത, ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവത്തെ സങ്കീർത്തനക്കാരൻ പഠിപ്പിക്കുന്നു. പാട്ടുകളിലും പാടുന്നുണ്ട്, അല്ലെ? പെറ്റ തള്ള മാറിപ്പോയാലും വിറ്റു സ്നേഹം തന്നില്ലെങ്കിലും
നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവിക സ്നേഹത്തെ പറ്റി ഞാൻ നിങ്ങളും പാടുന്നു, മനസ്സിലാക്കും. അതുകൊണ്ട് നമ്മളെ ഒരു കാരണവശാലും നമ്മുടെ ആവശ്യങ്ങൾക്ക് മുമ്പാകെ പുറം തിരിച്ചു നിൽക്കാത്ത ഒരു ദൈവമാണ് എൻ്റെ നിങ്ങളുടെ ദൈവം. തിരിഞ്ഞു നോക്കുക, നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം നന്മകൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എൻ്റെ ദൈവം നൽകിയിട്ടുണ്ട്. ഒരുപാട് നന്മകൾ അനുഭവിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ ദൈവത്തോട് മറുതലിക്കുന്നവരാണ് ഞാൻ നിങ്ങളും, അല്ലെ? ഞാൻ എന്നെ മാറ്റി നിർത്തിയല്ല പറഞ്ഞത്, എന്നെ ഉൾപ്പെടെയാണ് പറയുന്നത്. ഒരു ചെറിയ കാര്യങ്ങൾക്കെങ്കിലും ഒരു പ്രയാസം സംഭവിച്ചാൽ, ഒരു പ്രതിസന്ധി നേരിട്ടാൽ ഞാനും നിങ്ങളും ഈ ദൈവത്തെ തള്ളിപ്പറയുന്ന അനുഭവം ഉണ്ടാകും. വായിച്ച ഒരു കഥയിൽ ഇങ്ങനെയാണ് കാണുന്നത്. ഒരു സന്യാസിയുടെ ഒരു ശിഷ്യൻ ഭിക്ഷയാചിപ്പാനായിട്ട് രാവിലെ പുറപ്പെട്ടു പോയി. അങ്ങനെ ഭിക്ഷയച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ആ ദിവസം ഒന്നും തന്നെ ലഭ്യമായി. ഒന്നും ലഭ്യമാകാതിരുന്ന സമയത്ത് ഇദ്ദേഹം മടങ്ങി വന്ന് സന്യാസിയോട് പറഞ്ഞു, എനിക്ക് ഇന്നത്തെ ദിവസം ഒന്നും ലഭ്യമായില്ല, അതുകൊണ്ട് നിങ്ങൾ ആരാധിക്കുന്ന ഈ ദൈവത്തെ എനിക്ക് വിശ്വാസമില്ല. സന്യാസിയോട് പറഞ്ഞു, ഈ ദൈവത്തെ എനിക്ക് വിശ്വാസമില്ല. സന്യാസി ചോദിച്ചു, കാരണം എന്താണ്? ഞാൻ ഇന്ന് പകൽ മുഴുവൻ ഭിക്ഷയാചിച്ചിട്ടും എനിക്കൊന്നും ലഭ്യമായില്ല. സന്യാസി പറഞ്ഞു, ഞാൻ നിനക്ക് 1000 സ്വർണ്ണ നാണയം തരാം, നിന്റെ ഒരു കണ്ണ് എനിക്ക് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ശിഷ്യൻ പറഞ്ഞു, ഇല്ല, കണ്ണ് തരാൻ പറ്റില്ല. അപ്പോൾ പിന്നീട് വീണ്ടും സന്യാസി പറഞ്ഞു, ഞാൻ 10,000 സ്വർണ്ണ നാണയം തരാം, നീ എനിക്ക് ഒരു കണ്ണ് തരാമോ? പറഞ്ഞു, ഇല്ല. എന്നാൽ എനിക്ക് നിന്റെ ഒരു കൈ വെട്ടിത്തരാമോ? അപ്പോൾ ശിഷ്യൻ പറഞ്ഞു, ഇല്ല, എന്റെ കൈ തരാൻ പറ്റില്ല. പറഞ്ഞു, നിന്റെ ഒരു കാൽ എനിക്ക് വെട്ടിത്തരാമോ? അപ്പോഴും ഈ ശിഷ്യൻ പറഞ്ഞു, ഇല്ല, എനിക്ക് കാല് തരാൻ പറ്റില്ല. അപ്പോൾ ഈ സന്യാസി ചോദിച്ചു, നിന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം എനിക്ക് നൽകുവാൻ നീ തയ്യാറാണോ? അപ്പോൾ ഈ ശിഷ്യൻ പറഞ്ഞു, ഇല്ല, അതൊന്നും സാധ്യമല്ല. അപ്പോൾ സന്യാസി ചോദിച്ചു, എന്തുകൊണ്ടാണ് നിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം പോലും എനിക്ക് തരുവാൻ കഴിയാത്തത്? അപ്പോൾ പറഞ്ഞ്, അതെനിക്ക് എന്റെ ദൈവം തന്നതാണ്, എന്റെ ദൈവം തന്നതാണ് ഈ ശരീരം. അപ്പോൾ സന്യാസി പറഞ്ഞത്, ഇത്രയും മഹത്തരമായ ഒരു ജീവിതത്തിൽ നിനക്ക് കാഴ്ച, നിന്റെ കൈ, നിന്റെ ആരോഗ്യം, നിന്റെ സകലതും, അല്ലെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ എന്റെ ദൈവത്തിന്റെ ദാനമാണെങ്കിൽ, ഒരു ദിവസം നിനക്ക് ഭിക്ഷയച്ചപ്പോൾ ഒന്നും ലഭ്യമാകാതിരുന്നപ്പോൾ എന്തുകൊണ്ടാണ് നീ ഈ ദൈവത്തെ വിശ്വാസമില്ല എന്ന് പറഞ്ഞ് തള്ളിപ്പറയുവാൻ നിനക്ക് സാധ്യമായത് എന്ന് ഈ സന്യാസി ശിഷ്യനോട് ചോദിച്ചപ്പോൾ ശിഷ്യൻ ലജ്ജിതമായി തലകുനിച്ച് നിന്നു എന്നാണ് പറയുന്നത്, അല്ലെ? എന്റെ നിങ്ങളുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾക്ക് വേണ്ടി നെട്ടോട്ടം ഓടുമ്പോൾ ഞാനും നിങ്ങളുമാണ് ഏറ്റവും വലിയ അത്ഭുതമെന്ന് തിരിച്ചറിയുവാൻ എന്തുകൊണ്ട് സാധ്യമാകുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകണം. എനിക്ക് നിങ്ങൾക്കും ഇന്നത്തെ ദിവസം ആരോഗ്യത്തോടുകൂടെ ഈ ഓൺലൈൻ പ്രയറിൽ സംബന്ധിക്കുവാൻ കഴിയുന്നുവെങ്കിൽ ഇതിലപ്പുറമായ ഒരു അത്ഭുതവും ഈ ലോകത്തിൽ ഇല്ല എന്നുള്ളത് ഞാൻ നിങ്ങളും തിരിച്ചറിയണം എന്നുള്ളതാണ്. നമ്മെ ഒരിക്കലും തനിച്ചാക്കും, നമ്മളുടെ ആവശ്യങ്ങൾക്ക് മുൻപിൽ ഒരു കാരണവശാലും പുറം തിരിഞ്ഞു നിൽക്കാത്ത ഒരു കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ ഉണ്ടാകണം. അവർ ലോർഡ് ഈസ് ദ ലോർഡ് വൺ ഹു ഡസ് നോട്ട് ലീവ് us alone. ആ ഒരു ബോധ്യമാണ് നമ്മൾക്ക് രണ്ടാമത് നമ്മളെ ഈ ഭാഗം പഠിപ്പിക്കുന്നത്. മൂന്നാമത് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇതിന്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്ന മൂന്നാമത്തെ കാര്യം ഇതാണ്: പുതിയ ജീവിതത്തിലേക്ക് വഴി തുറന്നു കൊടുക്കുന്ന ഒരു കർത്താവിനെയാണ് ഈ ഭാഗത്ത് കാണുന്നത്. പുതിയ ജീവിതത്തിലേക്ക് വഴി തുറന്നു കൊടുക്കുന്ന ഒരു കർത്താവ്. God is the Lord, one who opens the way to new life. ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി, ഒരു പുതിയ ജീവിതം നമ്മൾക്ക് വേണ്ടി വെച്ച് നീട്ടുന്ന ഒരു കർത്താവ്, അല്ലേ? ഇവിടെ കർത്താവ് പറയുന്നത് എങ്ങനെയാണ്, അല്ലേ? അവസാന വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, അല്ലെ? 10ാമത്തെ വാക്യത്തിൽ യേശു ചോദിക്കുന്നുണ്ട്, യേശു നിവർന്നവളോട്, സ്ത്രീയെ, അവർ എവിടെ? നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, മറിച്ച് ക്രിസ്തു അവൾക്കൊരു പുതിയ ജീവിതം ആരംഭിക്കേണ്ടതിന് വേണ്ടി അവസരം ഒരുക്കി നൽകുകയാണ്. അവൾ പാപം ചെയ്തിട്ടില്ല എന്ന് ക്രിസ്തു വിശ്വസിക്കുന്നു. അവൾ പാപം ചെയ്യാത്തത് കൊണ്ടല്ല ക്രിസ്തു ശിക്ഷ വിധിക്കാത്തത്. ഞാനും നിങ്ങളും പാപം ചെയ്യാത്തത് കൊണ്ടല്ല ഇന്ന് ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ആരോഗ്യത്തോടു കൂടെ വസിക്കുന്നു. എന്തുമാത്രം പാപങ്ങൾ എൻ്റെ നിങ്ങളുടെയും വാക്കുകളിലൂടെയും ചിന്തകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ഒക്കെ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ അവിടെയൊന്നും എൻ്റെ ദൈവം നമ്മൾക്ക് ശിക്ഷ വിധിക്കാതെ വണ്ണം നമ്മളെ പോറ്റി പുലർത്തിയിട്ടുണ്ടല്ലേ. എന്നിട്ട് പറയുകയാണ്, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. പോക, ഇനി ചെയ്യരുത്. അവൾ പാപം ചെയ്തു എന്ന വ്യക്തമായ ധാരണ എൻ്റെ ക്രിസ്തുവിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് യേശു അവളെ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും ജനത്തിന്റെയും കയ്യിൽ നിന്ന് മാത്രമല്ല വിടുവിക്കുന്നത്, മറിച്ച് അവളുടെ പാപത്തിൽ നിന്ന് ഒരു മുക്തി നൽകുകയാണ്. ഒരു പാപത്തിൽ നിന്ന് ഒരു മുക്തി നൽകുക. നിന്റെ പഴയ ജീവിതത്തെ മാറ്റുവാൻ നീ സന്നദ്ധത കാണിക്കണം. അതാണ് നോമ്പിൽ നമ്മൾക്ക് വേണ്ടുന്ന ഒരു പ്രധാന കാരണം. നിന്റെ പഴയ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാകണം. അതാണ് ഞാൻ പറഞ്ഞത്,
ലെൻഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈം ഓഫ് പേഴ്സണൽ റിഫ്ലക്ഷൻ, സെൽഫ് എക്സാമിനേഷൻ, സ്വയം വിലയിരുത്തപ്പെടേണ്ടുന്ന അല്ലെങ്കിൽ സ്വയം താഴ്ത്തപ്പെടേണ്ടുന്ന ഒരു അനുഭവം. എന്റെ പഴയ ജീവിതത്തെ മാറ്റി ഒരു പുതിയ ജീവിതം ആരംഭിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ പുതിയ ജീവിതത്തിലേക്ക് എന്റെ ദൈവം വഴി തുറക്കും. നമ്മൾ അറിയാത്ത, നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ വാതിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി തുറക്കും. ആ ഒരു ബോധ്യം നമ്മൾക്കുണ്ടാകണം എന്നുള്ളതാണ്. അങ്ങനെ നമ്മളുടെ ഒരു ജീവിതം ആരംഭിക്കുമ്പോൾ നമ്മളുടെ നോമ്പിന് തന്നെ ഒരു പുതിയ അർത്ഥമുണ്ടാകും. ഒരമ്മ പല വീടുകളിൽ ജോലി ചെയ്ത് തന്റെ മകനെ പഠിപ്പിക്കുന്നു, അവനെ ഓരോ ദിവസവും പുലർത്തും. അങ്ങനെ പല വീടുകളിൽ ജോലി ചെയ്ത് കിട്ടുന്ന ചെറിയ ചെറിയ തുച്ഛമായ വരുമാനം കൊണ്ട് ആ മകനെ പഠിപ്പിക്കുകയും ആ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നോക്കുകയും ചെയ്തു. അങ്ങനെ ഈ കഷ്ടപ്പെടുന്ന അമ്മയെ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്ന് ഈ മകൻ തീരുമാനിച്ചു. അങ്ങനെ അവൻ തീരുമാനിച്ചു, ഞാൻ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് രാവിലെ വീടുകളിൽ പത്രമിടും, എന്നിട്ട് എൻ്റെ അമ്മയെയും കൂടെ, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം ഞാൻ അമ്മയെ സഹായിക്കും. അങ്ങനെ ഒരു ഏജന്റിന്റെ കയ്യിൽ നിന്ന് കുറെ പത്രം വാങ്ങി ഇദ്ദേഹം, ഈ കുഞ്ഞ് രാവിലെ പത്രം വീടുകളിൽ കൊടുക്കും, എന്നിട്ട് സ്കൂളിൽ പോകും. ഒരു ദിവസം ഇവൻ പത്രമിട്ട് ഒരു പത്രം ഇവന് അധികം വന്ന സമയത്ത് ഇവൻ അത് ഏജന്റിന്റെ കയ്യിൽ തിരിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ പത്രം ഒരെണ്ണം എക്സ്ട്രാ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഏജന്റ് അവന് ഈ പത്രം സമ്മാനിച്ചു. നീ ഇത് നിന്റെ കയ്യിൽ തന്നെ വെച്ചോളാൻ പറഞ്ഞു. അവൻ കൊണ്ടുപോയി അത് വായിച്ചു. അതിനകത്ത് ചെറുകഥകൾ, പത്രത്തിനുള്ളിലെ ചെറുകഥകൾ വായിച്ചു. അവൻ വളരെ ഇൻസ്പയർ ആയി. അങ്ങനെ അവനും ചെറിയ രീതിയിൽ ഈ പത്രത്തിൽ അവനും ചെറുകഥകൾ എഴുതാൻ തുടങ്ങി. അങ്ങനെ ഈ ചെറുകഥകൾ അവൻ എഴുതി പത്ര ഓഫീസിൽ കൊണ്ടുകൊടുത്തു. അത് കാലക്രമേണ പത്രത്തിൽ പ്രിന്റ് ചെയ്ത് വരുവാൻ തുടങ്ങി. അത് അനേകർക്ക് പ്രയോജനകരമായി. അങ്ങനെ ഒരു ദിവസം ഈ പത്ര ഓഫീസിൽ നിന്നും ഈ കുഞ്ഞിന്റെ ഭവനത്തിൽ കടന്നു വന്ന് അവനെ അഭിനന്ദിക്കുകയും എന്നിട്ട് പറഞ്ഞു, നിന്റെ തുടർ പഠനത്തിനുള്ള എല്ലാ കാര്യാദികളും ഞങ്ങൾ പത്രം ഓഫീസിൽ നിന്ന് നിനക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തരാം എന്ന്, പൂർണ്ണമായി സൗജന്യമായി ചെയ്തു നൽകാമെന്ന് ഒരു ഉറപ്പ് കൊടുത്തു. അങ്ങനെ ആ കുടുംബം, അല്ലെങ്കിൽ അവന്റെ ജീവിതം അവൻ ആഗ്രഹിച്ചതിലും അപ്പുറമായ സന്തോഷത്തോടു കൂടെ മുൻപോട്ട് പോയി എന്നൊരു കഥ വായിക്കാനിടയായിരുന്നു. അവന് അവന്റെ അമ്മയെ സഹായിക്കുവാൻ വേണ്ടി വിശ്വസ്തയോടുകൂടി ഒരു കാര്യം ചെയ്യുവാൻ ഇറങ്ങിത്തിരിച്ചപ്പോൾ അവനെ ഉപേക്ഷിക്കാത്ത പുതിയൊരു വഴി അവന് വേണ്ടി തുറന്നു കൊടുത്ത ഒരു ദൈവത്തെയാണ് നമ്മൾ ആ ഭാഗത്ത് കാണുന്നത്. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി എന്റെ ദൈവത്തോട് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മൾ അറിയാത്ത ഒരു വാതിൽ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി തുറന്നു നൽകുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമ്മൾക്ക് ഉണ്ടാകും. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നോമ്പിന്റെ സമയം വിവേകത്തോടുകൂടെ കാര്യങ്ങളെ ഞാനും നിങ്ങളും മനസ്സിലാക്കും. നിങ്ങളുടെ ദൈവം എന്ന് പറയുന്നത് ലോർഡ് ഈസ് ദ ലോർഡ് വൺ ടു അണ്ടർസ്റ്റാൻഡ് ഓൾ ദ തിങ്സ് വിത്ത് വിസ്ഡം. ജ്ഞാനത്തോടുകൂടെ കാര്യങ്ങളെ തിരിച്ചറിയുന്ന ഒരു കർത്താവ്. നമ്മളും ആ ഒരു വിവേകത്തോടുകൂടെ കാര്യങ്ങളെ മനസ്സിലാക്കണം. 2, ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും നമ്മളെ തനിച്ചാക്കാത്ത ഒരു കർത്താവാണ് നമ്മുടെ ദൈവം. അവർ ലോർഡ് ഈസ് ദ ലോർഡ് വൺ ഹു ഡസ് നോട്ട് ലീവ് us alone. നമ്മൾ ഒരു കാരണവശാലും നമ്മളെ തനിച്ചാക്കില്ല. 3, ഞാൻ പറഞ്ഞു, പുതിയ ജീവിതത്തിലേക്ക് വഴി തുറന്നു നൽകുന്നതാണ് നമ്മുടെ കർത്താവ്. അവർ ലോർഡ് ഈസ് ദ ലോർഡ് വൺ ഹു ഓപ്പൺസ് ദ വേ ടു ന്യൂ ലൈഫ്. ഒരു പുതു ജീവിതത്തിലേക്ക് നമുക്ക് വഴി തുറന്നത്. അതുകൊണ്ട് നമ്മുടെ പഴയ ജീവിതത്തെ മാറ്റി ഒരു പുതു ജീവിതത്തിലേക്ക് കാൽവെക്കുവാൻ നിങ്ങളുടെ ദൈവം നമ്മെ ഈ നാളുകളിൽ ശക്തീകരിക്കട്ടെ. ഒരിക്കൽ കൂടി ഒരു അവസരം തന്ന അച്ഛനോടും മറ്റെല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ഈ നാളുകളിൽ ശക്തീകരിക്കുമാറാകട്ടെ. കേട്ട ദൈവവചനത്തിനായി നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് മെസ്സേജ് നൽകിയത് ബഹുമാനമുള്ള നിബു തോമസ് അച്ഛനാണ്. വളരെ മീനിങ് ഫുള്ളായ ഒരു മെസ്സേജ്, പ്രത്യേകിച്ച് ഈ ഒരു ലെൻറ്റിനോട്ടുള്ള ബന്ധത്തിൽ ഏറ്റവും ഷോർട്ട് ആൻഡ് മീനിങ് ഫുൾ, വളരെ മനോഹരമായ ഒരു മെസ്സേജ് കേൾക്കുവാൻ തക്കോണം ഇടയായി. പ്രത്യേകിച്ച് ഈ അച്ഛൻ ഇപ്പോൾ അടുത്ത ഒരു മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് എന്നോട് ഇപ്പോൾ ലീവ് ലെഫ്റ്റ് ആകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അച്ഛൻ ആ മിഷന്റെ പ്രവർത്തനങ്ങളെ പറ്റി ഒക്കെയും നമ്മളോട് പറഞ്ഞുവല്ലോ. മിഷന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. പ്രവർത്തനങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകമായി അച്ഛനെയും അവിടുത്തെ മിഷൻ പ്രവർത്തനങ്ങളെയും ഓർക്കുക. ആവുന്ന രീതിയിൽ അതിനെ സപ്പോർട്ട് ചെയ്യുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ഇന്നത്തെ ഈ രാത്രിയിൽ ഏറ്റവും നല്ല മെസ്സേജ്, ഏറ്റവും മീനിങ് ഫുൾ ആയ, ഷോർട്ട് ബട്ട് ബ്യൂട്ടിഫുൾ ആൻഡ് മീനിങ് ഫുൾ, അങ്ങ് അപ്രകാരമുള്ള ഒരു മെസ്സേജ് നൽകിയ ബഹുമാനമുള്ള അച്ഛനോട് ഇടവകയുടെ പേരിൽ ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന ഏവരുടെയും പേരിലുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തും. താങ്ക് യു അച്ഛാ. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. കേട്ട ദൈവവചനത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവം മാറ്റമില്ലാത്ത ഒരു ദൈവമാണ്. നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ നമ്മോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ അനുദിനം കൂടെ ഇരുന്ന് പൊതുജീവന്റെ അനുഭവത്തിലേക്ക് നമ്മെ വഴി നടത്തുന്ന ഒരു ദൈവമാണ്.
കേട്ട ദൈവവചനത്തിനായി സ്തോത്രം ചെയ്യാം. നോമ്പിന്റെ നാളുകളിൽ ദൈവമില്ലാത്തവരായി നാം ജീവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ, ദൈവ ബോധമില്ലാത്തവരായി, ദൈവഭയമില്ലാത്തവരായി നാം ജീവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിലേക്ക് മടങ്ങി വരുവാനുള്ള ഒരു വലിയ ആഹ്വാനമാണ് ഇന്ന് രാത്രിയിൽ നാം കേട്ടത്. നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ ദൈവം നൽകുന്ന നന്മകൾക്ക് നന്ദി കരയേറ്റുവാൻ, ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കരയേറ്റുവാൻ, ആ ദൈവത്തോടു കൂടെ ചേർന്ന് ജീവിതയാത്ര നയിപ്പാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പാടുമുള്ളവരൊക്കെയും ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്തൊരു ദൈവം, എൻ്റെ ജീവിത അനുഭവങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന എൻ്റെ ജീവിത ആവശ്യങ്ങളുടെ മേൽ കൂടെ ഇരിക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തെ ഇന്ന് രാത്രിയിൽ കേട്ടുകൊണ്ട് നോമ്പിന്റെ നാളുകളിൽ നമ്മോട് ആവശ്യപ്പെടുന്നത് ഇത് തന്നെയാണ്. ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ, നമ്മിലെ ദൈവ അനുഭവത്തിന്, നമ്മിലെ ദൈവിക നന്മകൾക്ക് നന്ദി കരയേറ്റുവാൻ, ആ ദൈവത്തോടു കൂടെ ചേർന്ന് ഒരു പുതിയ ജീവിത അനുഭവം നയിപ്പാൻ നോമ്പിന്റെ നാളുകളിൽ നമുക്കിടയാകണം. കേട്ട ദൈവവചനത്തിനായി സ്തോത്രം ചെയ്യാം. വചനം സംസാരിച്ച് പ്രിയ അച്ഛനെ കരങ്ങളിൽ ഏൽപ്പിക്കാം. വളരെ ശക്തമായി ഈ രാത്രിയിൽ ദൈവവചനം പങ്കിടുവാൻ തക്കോണം അച്ഛനെ ദൈവം ബലപ്പെടുത്തിയല്ലോ. പ്രത്യേകിച്ച് സർക്കാർ മിഷന്റെ പ്രവർത്തനങ്ങളെ ഓർക്കാം. നോർത്ത് ഇന്ത്യയിലെ ആ ഒരു ചുറ്റുപാടിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട മിഷൻ പ്രവർത്തനം നടത്തുവാൻ ഈ നാളുകളിലും ഈ സർക്കാർ മിഷൻ ഇടയാകുന്നുവല്ലോ. 82 ആരംഭിച്ച് 30-ലധികം വർഷങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ, പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ, വില്ലേജ് മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ, മറ്റ് സോഷ്യൽ റിലേറ്റഡ് ആയ പ്രവർത്തനങ്ങളിലൊക്കെയും നയിപ്പാൻ തക്കോണം, നേതൃത്വം നൽകുവാൻ തക്കോണം മിഷൻ ഇടയാകുന്നു. പ്രവർത്തനം പ്രത്യേകിച്ച് വെല്ലുവിളികൾ നിറഞ്ഞ ചുറ്റുപാടുകൾ, മിഷന് സുവിശേഷത്തോടൊന്നും താല്പര്യമില്ലാത്തതായ ഒരു ചുറ്റുപാട്, വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷ തുടർന്ന് നിർവഹിപ്പാൻ തക്കോണം ദൈവമേ സർക്കാർ മിഷന് ഈ അച്ഛന് ഇടയാകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അവിടുത്തെ കുഞ്ഞുങ്ങൾ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പഠനത്തോട് ഒപ്പം ദൈവത്തെ അറിയുവാൻ, ക്രിസ്തു സ്നേഹം തിരിച്ചറിയുവാൻ കർത്താവേ നീ സഹായിക്കണമേ. ആ മിഷന്റെ പ്രവർത്തനങ്ങൾ ക്രിസ്തുവിന്റെ സ്നേഹം പങ്കിടുന്നതിനുള്ള മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അച്ഛനും കൊച്ചമ്മയും കുഞ്ഞും അവര് താമസിക്കുന്നു. അവിടെ മിഷനെ സഹായിക്കുന്ന അനേകര് അവിടെ താമസിക്കുന്നു. അവിടുത്തെ പ്രവർത്തനങ്ങൾക്കൊക്കെയും നേതൃത്വം നൽകുന്നു. പ്രത്യേകിച്ച് മിഷനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അവിടെ പ്രവർത്തിക്കുന്നവരൊക്കെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയുടെ മണ്ണിൽ ഈ സുവിശേഷം തുടർന്നും പങ്കിടുവാൻ, ഈ സുവിശേഷം അനേകരിലേക്ക് എത്തിപ്പാൻ തക്കോണം ആ മിഷന്റെ പ്രവർത്തനങ്ങളെ ദൈവം എടുത്തുപയോഗിക്കണമേ എന്ന് നമുക്ക് ഈ രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഈ നോമ്പിന്റെ നാളുകളിൽ ഇപ്രകാരം ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ഒരുമിച്ച് കൂടുവാൻ തക്കോണം ദൈവം നമ്മെ ഇടയാക്കുന്നുവല്ലോ. പാട്ടുകൾ പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, തിരുവചനം വായിപ്പാൻ, കേൾപ്പാൻ ഒക്കെയും ദൈവം ഇടയാക്കുന്നു. നമ്മെ തന്നെ ഒന്ന് ദൈവകരങ്ങളിൽ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നതിനുള്ള സമയമാണ്. ദൈവം നൽകിയ നന്മകൾക്ക് നന്ദി കരയേറ്റുവാനുള്ള സമയമാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ചെറുതും വലുതുമായ നന്മകൾക്ക് നന്ദി കരയേറ്റുവാൻ, നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ പകരുവാൻ, വചനം അനുസരിച്ച് ജീവിപ്പാൻ ഒക്കെയുമുള്ള ഒരു വലിയ ആഹ്വാനവും നിയോഗവുമാണ് ഈ നോമ്പിന്റെ നാളുകളിൽ നമുക്ക് ലഭിക്കുന്നത്. നമ്മെ തന്നെ ദൈവകരങ്ങൾ സമർപ്പിക്കാം. നമ്മുടെ ഇടവകയെ ഓർക്കാം, എല്ലാ കുടുംബങ്ങളെ ഓർക്കാം, ഭവനങ്ങളെ ഓർക്കാം. പ്രത്യേകിച്ച് പലവിധമായ ആവശ്യങ്ങൾ, പലവിധമായ ഭാരങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അങ്ങനെയുള്ളവരൊക്കെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവിക ഇടപെടൽ ഏവരുടെയും ജീവിതത്തിൽ അനുഭവിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. രോഗത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്, ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്നവരുണ്ട്, ട്രീറ്റ്മെന്റിനായിട്ട് ഒരുങ്ങുന്നവര്, ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഭവനത്തിലായിരിക്കുന്നവര്, വാർദ്ധക്യ സഹജമായ ക്ഷീണത്തിലൂടെ കടന്നു പോകുന്ന നമ്മുടെ പേരൻസ്, അങ്ങനെ പലതരത്തിലുള്ള ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവര്, കുടുംബജീവിതത്തിലെ ഭാരങ്ങൾ മൂലം പ്രയാസപ്പെടുന്നവര്, പഠനത്തിലായിരിക്കുന്നവര്, എക്സാമിനായിട്ട് ഒരുങ്ങുന്നവര്, എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾ, അങ്ങനെ വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകര് നമ്മുടെ മധ്യത്തിലുണ്ട്. അവരെയൊക്കെയും ദൈവകരങ്ങളിൽ താഴ്ത്തി ഫലമേൽപ്പിക്കാം. ദൈവകൃപയിൽ ഏവരെയും നിലനിർത്തേണ്ടതിനായി, ദൈവകൃപയിൽ ഏവരെയും പരിപാലിക്കേണ്ടതിനായി, ദൈവത്തിന്റെ നന്മയിൽ ഏവരെയും നിലനിർത്തേണ്ടതിനായിട്ടൊക്കെയും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ അറിവില്, പരിചയത്തില് പലവിധമായ ഭാരങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. നമ്മോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടവരായ ആളുകളുണ്ട്. നാം പ്രാർത്ഥിക്കാമെന്ന് കടപ്പെട്ടവരായ ആളുകളൊക്കെ ഉണ്ട്. അവരെയൊക്കെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ തന്നെ ആവശ്യങ്ങൾ നാം ഈ സൂം പ്ലാറ്റ്ഫോമിൽ നമ്മുടെ ഭവനങ്ങളിൽ വ്യത്യസ്ത ഇടങ്ങളിലായിരുന്ന്
ഇപ്രകാരം ഒരുമിച്ച് കൂടുവാൻ ദൈവം നമ്മെ ഇടയാക്കുന്നുണ്ട്. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ തന്നെ ഭാരങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ മധ്യത്തിൽ ദൈവ സാന്നിധ്യമുണ്ട്. ആ ദൈവ സാന്നിധ്യത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മുടെ പ്രാർത്ഥനകളെ, നമ്മുടെ ആവശ്യങ്ങളെ കേൾക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ, നമ്മുടെ സമസ്ത ആവശ്യങ്ങളെയും, നമ്മുടെ പ്രാർത്ഥനാവശ്യങ്ങളെയും താഴ്ത്തി സമർപ്പിക്കാം. നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളെയും, ഇന്ന് കേട്ട ദൈവവചനത്തെയും, നമ്മുടെ വചനം സംസാരിച്ച പ്രിയ അച്ഛനെയും ദൈവകരങ്ങൾ ഒരിക്കൽ കൂടി സമർപ്പിക്കാം. സകല വിഷയങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് അല്പസമയം നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളെല്ലാം എല്ലാം ഓർത്ത് ഇപ്പോൾ പൊന്നമ്മ ആന്റി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നു. കേൾക്കാമോ? കേൾക്കാം ആന്റി, പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ സ്നേഹമേറെ സ്വർഗീയ പിതാവേ, ഈ രാത്രി സമയത്ത് വീണ്ടും അവിടുത്തെ തിരുസന്നിധിയിലായിരിക്കാൻ തന്ന കൃപയ്ക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ജീവനുള്ളവരുടെ ദേശത്ത് കർത്താവെ ഒരു അവസരം കൂടെ ഞങ്ങൾക്ക് ദാനം ചെയ്ത കൃപയ്ക്കായി ഞങ്ങൾ നന്ദി കരയറ്റുന്ന ദൈവമേ. ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടെ കർത്താവെ അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന ദൈവമേ. ഈ നോയമ്പിന്റെ കാലയളവിൽ കർത്താവെ പ്രാർത്ഥനയോടും വിശ്വാസത്തോടും നിന്റെ തിരുസന്നിധിയുടെ അടുത്ത് വരുവാൻ നിങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളും കുറ്റങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണേ. നിന്റെ തിരുസന്നിധിയിലെ താഴ്മയുള്ളവരായി ജീവിപ്പാൻ നിങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വിവേകത്തോടെ കാര്യങ്ങളെ സമീപിപ്പാനായിട്ട് കർത്താവെ നിങ്ങളെ സഹായിക്കണമേ. ആരെല്ലാം ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ഒരു ദൈവമാണെന്നല്ലോ കർത്താവെ ഞങ്ങൾക്കുള്ളത്. ദൈവമേ, ആ ദൈവത്തോട് കൂടുതൽ ആശ്രയിപ്പാൻ നിങ്ങളെ സഹായിക്കണം. ഒരിക്കലും കൈവിടാത്തൊരു ദൈവമാണെന്നല്ലോ ഞങ്ങൾ കേട്ടല്ലോ കർത്താവെ. കർത്താവെ, വചനം സംസാരിച്ച അച്ഛനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ദൈവമേ, അച്ഛന്റെ ശുശ്രൂഷയിൽ അവിടുന്ന് കൂടിയിരിക്കണമേ, കൂടുതലായി അനുഗ്രഹിക്കണമേ കർത്താവെ. സർക്കാരി മിഷനിലെ പ്രവർത്തനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൂടുതലായി നിന്റെ മകനെ അവിടുന്ന് ശക്തീകരിക്കണേ കർത്താവെ. അവിടുത്തെ സ്കൂളിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൂടുതലായി അച്ഛനെ അവിടുന്ന് എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. കർത്താവെ, ഞങ്ങളുടെ അച്ഛനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ദൈവമേ. കർത്താവെ, കഴിഞ്ഞ 2 വർഷക്കാലം എന്റെ ദൈവമേ ഈ സഭയെ നയിപ്പാനും കർത്താവെ അനുഗ്രഹകരമായൊരു ശുശ്രൂഷ നയിപ്പാനും കർത്താവെ നിന്റെ മകനെ ശക്തീകരിച്ച കൃപയോർത്ത് കോടാനുകൂടി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. ദൈവമേ, കുടുംബമായി നിന്റെ മകനെ നീ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശുശ്രൂഷയെ കൂടുതലായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കൊച്ചമ്മ റാണി എല്ലാവരുടെ കരങ്ങളിൽ തരുന്ന കുഞ്ഞുങ്ങളെ ബാലാഷ്ട പിടിക്കണേ പച്ച. ദൈവമേ, അച്ഛൻ പോകുന്ന സ്ഥാനത്ത് കർത്താവെ യാതൊരു പ്രയാസവും കൂടാതെ അവിടുത്തെ ശുശ്രൂഷ ചെയ്യുവാൻ നീ കൂടുതലായി ശക്തീകരിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, ഞങ്ങളുടെ സഭയോർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന അപ്പച്ച. സഭയിലുള്ള ഓരോ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ ആവശ്യങ്ങളിലൊക്കെ നീ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. വാർദ്ധക്യത്തിൽ ഇരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. രോഗികളായിട്ടുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമേ. കർത്താവെ, ഞങ്ങൾക്ക് അറിവിലും കർത്താവെ ഞങ്ങളുടെ സഭയിലും രോഗികളായിട്ടുള്ള ഞങ്ങളുടെ ബന്ധുമിത്രാദികളിലുള്ള എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ തരുന്ന കർത്താവെ. നിന്റെ സൗഖ്യമാക്കുന്ന കരം കർത്താവെ, അവിടുന്ന് നിന്റെ ആണിപ്പഴുള്ള കരം നീട്ടി സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ. ഞങ്ങളുടെ സഭയിലുള്ള എല്ലാ കുടുംബങ്ങളെ ഓർത്ത് വീണ്ടും പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരുടെയും ആവശ്യങ്ങളിലൊക്കെയും കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രയാസങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തില് അങ്ങയോട് മറുതലിക്കാതെ കർത്താവെ നിനക്ക് നിന്നെ നോക്കി വിളിച്ച് ഓരോ ദിവസം വിശ്വാസത്തോട് ജീവിപ്പാൻ കർത്താവെ കാലയളവിൽ ഞങ്ങൾക്ക് ധാരാളമായി നിങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ച, ഞങ്ങളുടെ സഭയിലുള്ള എല്ലാവനക്കാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എക്സാം എഴുതുന്ന ഓരോ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമേ. എല്ലാവരെയോടും നീ കൂടെ ഇരിക്കണമേ കർത്താവെ. എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടുന്നതായ ആരോഗ്യവും ബലവും ബുദ്ധി ജ്ഞാനവും കർത്താവെ അവിടുന്ന് ദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ ദൈവമേ, കൺഫർമേഷന് വേണ്ടി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, ഈ നമ്മന്റെ കാലയളവിൽ നിന്നോട് കൂടുതൽ അടുത്ത് ജീവിപ്പാന് അവിടുത്തെ നോക്കി വിളിപ്പാൻ നിങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമേ. കൂടുതലായി കർത്താവെ നിങ്ങളെ ശക്തീകരിക്കണേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് കൂടി വന്നിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ ഞങ്ങൾ സന്നിധിയില് വിനയപ്പെട്ട് കൂടുതലായി നിന്നോട് അടുത്ത് ജീവിപ്പാന് കർത്താവെ നിങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ
ആമേൻ. കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സർവ്വസ്വ ഞങ്ങളുടെ പിതാവേ, വിശുദ്ധീകരിക്കപ്പെടണമേ, രാജ്യം വരണമേ, ഇഷ്ടം സ്വർഗത്തിലേക്ക് എളുപ്പമിടുവാണ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം കടക്കാരൻ ശംസിക്കുന്ന പോലെ കടങ്ങളും ദോഷങ്ങളും ഞങ്ങളോട് ക്ഷണിക്കുന്നു. ഞങ്ങളെ പരിശീലിക്കുന്ന ദോഷങ്ങളും രാജ്യം ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളത്. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നമ്മുടെ മേൽ, നമ്മുടെ ജീവിതാനുഭവങ്ങളുടെ മേൽ, നമ്മുടെ എല്ലാ ആവശ്യങ്ങളുടെ മേൽ ഇന്നും എന്നേക്കും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുന്നതാകട്ടെ. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ഈ ഓൺലൈൻ മീറ്റിംഗിലും ജോയിൻ ചെയ്തവരോടുമുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് ഞാൻ രേഖപ്പെടുത്തുന്നു. ഇന്ന് നമുക്ക് മെസ്സേജ് നൽകിയത് ചർക്കാരി മിഷണറി ആയിരിക്കുന്ന ബഹുമാനമുള്ള നിബു തോമസ് അച്ഛനാണ്. അച്ഛന് വളരെ മീനിങ് ആയ ഒരു മെസ്സേജ് ഈ തിരക്കുകൾക്കിടയിലും അച്ഛൻ നൽകി. അച്ഛൻ ജോയിൻ ചെയ്യുവാൻ താല്പര്യം കാണിച്ചു. അവിടുത്തെ പ്രവർത്തനങ്ങളെ പറ്റി ഒക്കെയും കേൾക്കുവാൻ തക്കോണം ഈ രാത്രിയിൽ നമുക്ക് ഇടയായി. പ്രത്യേകിച്ച് നോമ്പിന്റെ നാളുകളിൽ പ്രകാരം ഈ മീറ്റിംഗ് കൂടുമ്പോൾ പ്രകാരം മിഷണറിമാര് നമ്മുടെ മധ്യത്തിൽ കടന്നു വരുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങളെ പറ്റി അറിയുവാനുള്ള സമയമാണ്. നമ്മളാലാവും വിധം അതിനെ സപ്പോർട്ട് ചെയ്യുവാൻ, അവർക്കൊണ്ട് പ്രാർത്ഥിപ്പാൻ തക്കോണം നമുക്കിടയാകണം. ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ കടന്നു വന്ന ബഹുമാനമുള്ള നിബുവച്ചനോടും വളരെ മീനിങ് ആയ മെസ്സേജ് നൽകിയതിനും കടന്നു വന്നതിനും പ്രത്യേകിച്ച് ഈ ഇടവകയുടെ ഇതിൽ ജോയിൻ ചെയ്ത ഏവരുടെയും നാമത്തിലുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഇന്ന് വിവിധ ഭാഗങ്ങൾക്ക് നേതൃത്വം നൽകിയ സൈബാലങ്കൾ, ചെറിയബോബങ്കൾ, റെബേക്ക ആൻറ്റി, ഷിർണി, ലിസ ജോസ്, പൊന്നമ്മ ആൻറ്റി, ഏവരോടുമുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം പവർ പോയിന്റ് ഇതിനെ തയ്യാറാക്കിയത് സ്നേഹയാണ്. ഇത് മോഡറേറ്റ് ചെയ്തത് കോശിപ്പി തോമസ് ആണ്. ഇരുവരോടുമുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് തുടർന്നും നെക്സ്റ്റ് വീക്കിലുള്ള ഈ ഓൺലൈൻ മീറ്റിംഗിലും കടന്നു വരുവാൻ ഏവരും താല്പര്യം കാണിക്കണം. ഈ നോമ്പിന്റെ നാളുകളിലെ പ്രകാരമുള്ള കൂട്ടായ്മകൾ നമ്മുടെ ജീവിതത്തെ തുടർന്നും അനുഗ്രഹത്തിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോയിൻ ചെയ്ത ഏവരോടുമുള്ള നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഏവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു. ഗുഡ് നൈറ്റ് അച്ഛാ. ഗുഡ് നൈറ്റ്.